ഹായ് ഹലോ നമസ്കാരം. അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും ഡേ ഇൻ മൈ ലൈഫൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആവാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഇന്നൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ കയ്യിൽ മേക്കപ്പിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അനുമോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടാകുന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യാറില്ല, കുറേ മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ. ഞാൻ ഐലൈനർ എടുക്കാറുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടൊരു മേക്കപ്പ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ എന്തായാലും കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടെ. തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞാനിതാ അതിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷനും പിന്നെ കോമ്പാക്റ്റ് പൗഡർ പിന്നെ അനുവിൻ്റെ കുഞ്ഞു മേക്കപ്പ് സെറ്റിലുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അനുമോളും പൊന്നും എൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊന്നും ശ്രദ്ധിക്കേണ്ട, അത് ഞാൻ റൂമിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് വലയിട്ടിരിക്കുകയാണ്. പിന്നെ അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഐബ്രോ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനങ്ങനെ പുരികം കുറേ ആയി കേട്ടോ ത്രെഡൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ അതൊന്ന് ഐബ്രോ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. കൂടുതലായിട്ടൊന്നും ശരിയായിട്ടില്ല, എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷനൊന്നും വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതൊന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊന്നും ഇല്ല കേട്ടോ. അപ്പം അനുമോൾക്ക് വേണ്ടിയിട്ട് ആ ചെറിയൊരു ബോക്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫൗണ്ടേഷൻ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാമെന്നും കരുതിയിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ. അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഫൗണ്ടേഷനൊക്കെ ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് മുഖത്ത്, എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴുത്തിലും കൂടെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മേക്കപ്പൊക്കെ ചെയ്യല്. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് കഴുത്തിലും കൂടെ ഫൗണ്ടേഷൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ണിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് തരുമ്പോൾ കഴുത്തും പിന്നെ നമ്മുടെ മുഖവും വേറൊരു കളർ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴുത്തിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുത്തിലിടാൻ പറ്റുമെന്നാണ് തോന്നണേ. അപ്പോൾ അവിടെയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ഉണങ്ങി കിട്ടിയിട്ട് വേണം മറ്റേ ആ പൗഡർ, കോമ്പാക്റ്റ് പൗഡർ എന്ന അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ആദ്യം ഇതൊന്ന് ഉണങ്ങി കിട്ടട്ടെ എഴുതിയിട്ടാണ്. പിന്നെ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഐടെക്സിൻ്റെ ഒരു കൺമഷിയൊക്കെ എടുത്തിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അത് ശരിക്കും ഒന്ന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഐബ്രോ പെൻസിലുകൊണ്ട് അതൊന്ന് ഒന്നും കൂടെ കറുപ്പിക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ താഴ്ഭാഗത്തേക്ക് ആക്കിയിട്ട് ഒന്നും കൂടെ കറുപ്പിക്കുന്നുണ്ട്. പിന്നെ ഐലൈനറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോഴല്ല, ഇപ്പോൾ ഒന്ന് കറുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ആ ഒരു പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കോമ്പാക്റ്റ് പൗഡർ, വൈറ്റ് കളറുള്ളത്. അത് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു പൗഡർ അല്ല കേട്ടോ യൂസ് ചെയ്തത്. ഇത് ഈ ഒരു ചെറിയ മേക്കപ്പ് ബോക്സിത്തെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മേലെ ഇനി ഞാൻ വേറെ പൗഡറൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഇതന്നെ അത്യാവശ്യം കളറ് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു പൗഡറും കൂടി നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അധികമാവും കേട്ടോ, കളർ അധികമാവും. അപ്പോൾ അത് ഞാൻ കഴുത്തിൽ കൂടെയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് പൗഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തെ ആ തിളങ്ങുന്ന ടൈപ്പല്ല, ഇങ്ങനത്തെ ടൈപ്പ് പൗഡർ, തിളങ്ങാത്ത ടൈപ്പ് പൗഡറാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അത് കഴുത്തിൽ കൂടെയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഫിനിഷ് ആക്കുന്നുണ്ട്. പിന്നെ വേറൊരു ചുവന്ന ഷെയ്ഡുള്ള ഒരു ഐ ഷാഡോ ഇട്ട് കൊടുക്കണം, അങ്ങനത്തെ ഒരു പൗഡർ. അതും ഈ 2 സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു റോസ് കളറുള്ളത് അത് ഈ കവിളിൻ്റെ ആ ഭാഗത്താക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട്
എന്താ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഡാർക്ക് കളറുള്ള വേറെ ഒന്ന് അതിൻ്റെ ചുണ്ടിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ സെൻട്രലായിട്ടാണ് ഈ ഒരു ചുവപ്പ് കളറ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് അധികമായി തോന്നിയപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണിൻ്റെ മേലത്തെ ഭാഗത്ത് ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ആ ഒരു റോസ് കളറുള്ളത് തന്നെയാണ് കേട്ടോ. ആ ഒരു തിളങ്ങണ ടൈപ്പ് അതാണ് ഇട്ട് കൊടുക്കണേ. കുറച്ചുള്ളൂട്ടോ ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ആ ഒരു സ്പോഞ്ച് ഒന്ന് കെടുത്തി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കണ്ണിൻ്റെ മേലെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വല്ലാണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ചെറുതായിട്ടേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഓവറായി കഴിഞ്ഞാൽ കൊളാവും. അപ്പോൾ ചെറുതായിട്ടേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഐലൈനർ എഴുതി വന്നിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് എഴുതി ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് അറിയണില്ല. പിന്നെ കണ്ണാടി ഇല്ല കേട്ടോ, കണ്ണാടി പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ കണ്ണാടി ഇല്ല. അപ്പോൾ ഞാൻ അലമാരയുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിൽ ഒരു വാലൊക്കെ വരുന്ന അങ്ങനെ ടൈപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഐലൈനർ. അങ്ങനെയുണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കണ്ണിൻ്റെ താഴെയായിട്ട് ഐലൈനർ കൊണ്ട് ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്നും കൂടി കറുപ്പാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ പിന്നെ കണ്ണാടിയുടെ അലമാരയുടെ കണ്ണാടിയിൽ പോയിട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം ഇവിടുന്ന് അങ്ങനെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ണാടിയിൽ പോയിട്ടും കൂടെ ഒന്ന് ശരിയാക്കി എഴുതി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ അകത്തേക്ക് ആവുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ അത് പിന്നെ കണ്ണാടിയിൽ പോയിട്ട് നേരെ അലമാരയുടെ കണ്ണാടിയിൽ പോയിട്ട് നേരെ ശരിയാക്കി എഴുതി കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പൊട്ടാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ അതാ ഇതിൽ നിന്ന് ഒരു പൊട്ട് എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വട്ടത്തിലുള്ള കുഞ്ഞി പൊട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുടി ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ മുടി കെട്ടാൻ വല്ലാണ്ട് എനിക്കറിയില്ല, എന്നാലും എനിക്കറിയണ പോലെയൊക്കെ മുടി കെട്ടിയെടുക്കുന്നുണ്ട്. ആദ്യം മുടി വെറുതെ ഒന്ന് അഴിച്ചിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം കണ്ടത്. അപ്പോൾ ഇനി മുടി കെട്ടിയിട്ടുള്ളതും കൂടെ കാണിക്കാം. പിന്നെ ഇതാ ഇങ്ങനെ മേലിന്ന് നമ്മൾ പിരിഞ്ഞെടുക്കുന്ന ആ ഒരു ടൈപ്പ് മുടി കെട്ടല്ലേ, അങ്ങനെ അത് ഈ മേലത്തെ ഭാഗത്തുനിന്ന് അങ്ങനെ നമ്മൾ പിരിച്ച് കൊടുന്നിട്ട് പിന്നെ രണ്ട് ഭാഗത്തേക്കായിട്ട് സെൻറ്ററിക്കായിട്ട് അങ്ങനെ കെട്ടി കൊടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് പിരിച്ചു കൊണ്ടുവന്നിട്ട് മറ്റേ സൈഡിൽ നിന്ന് ഒരേഴ മാത്രം എടുത്ത് പിരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് മാത്രമേ അത് പിരിച്ച് കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ഇനി സെൻറ്ററിക്കായിട്ട് അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും ആ പിരിക്കുന്നത് മേലത്തെ ഭാഗത്തു നിന്ന് തന്നെ കിട്ടണം കേട്ടോ. എനിക്കത് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒന്നും കൂടി പൊങ്ങി വെച്ചിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സൂപ്പറാവും കേട്ടോ, ഒന്നും കൂടി സൂപ്പറാവും. പിന്നെ സെൻറ്റർ ഭാഗത്തു നിന്ന് പിന്നെ രണ്ട് സൈഡിൽ നിന്നും ആയിട്ട് പിരിച്ച് കെട്ടിയിട്ട്
എന്താ ക്രാബ്, ചെറിയ ക്രാബ് സെൻട്രലായിട്ട് ബാക്കിൽ സെൻട്രലായിട്ട് ഇടുന്നതാണ് കേട്ടോ, അതൊരു ടൈപ്പ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള മുടി കെട്ടലിനുള്ളൂ അറിയുക. കൂടുതലായിട്ട് മുടി അങ്ങനെ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടാണ്, മേളിൽ നിന്ന് മാത്രമായിട്ടാണ് ഞാൻ അങ്ങനെ കെട്ടിയെടുക്കാറുള്ളത് കേട്ടോ, കെട്ടാറുള്ളത് മുടി. അപ്പോൾ ഇതാ അങ്ങനെയും കൂടി ഒന്ന് കെട്ടിയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് വലിച്ചെടിയുള്ള ആ ഒരു ടൈപ്പ് മുടി കെട്ടലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും കൂടെ കെട്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇടില്ലേ, അങ്ങനെ അങ്ങനെയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് കുറച്ച് മുടി ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ട് അങ്ങനെയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി കമ്മലും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കമ്മലുകളുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടും കൂടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു കമ്മലെന്ന് പറയുന്നത് ഞാൻ ഒരു തവണ ഗുരുവായൂരിക്കൊക്കെ പോയ ആ സമയത്ത് വാങ്ങിച്ചിട്ട് പട്ടുപാവാടയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ ടൈറ്റാക്കി കൊടുക്കണ ആ ഒരു സംഭവം കാണാനില്ല കേട്ടോ. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനത്തെ കമ്മലൊന്നും ഇടാറില്ല, അപ്പോൾ അത് കാരണം അതൊന്നും ഇപ്പോൾ കയ്യിലില്ല. അപ്പോൾ അത് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്